ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീമേരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും വളരെയധികം ഡിമാൻഡുള്ളവരും നല്ല പഠിപ്പുള്ളവരും സാമ്പത്തികമുള്ളവരെയൊക്കെയാണ് ഇപ്പോൾ ഇടണുള്ളൂ എന്ന്. അങ്ങനെയുള്ളവരും വേണ്ടേ? അപ്പോൾ എല്ലാം അങ്ങനെ നമുക്ക് വിദ്യാഭ്യാസം കുറഞ്ഞവരും അങ്ങനെ ഡിമാൻഡൊന്നും ഇല്ലാത്തവരായിട്ടുള്ളത് കുറേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു അങ്ങനെ വിദ്യാഭ്യാസമുള്ളവരിട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും നമ്മൾ കുറച്ചിടണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ അത് കുറച്ച് നാളായിട്ട് അത് ഇട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഡീറ്റെയിൽസുകളൊക്കെ എനിക്ക് അങ്ങനെ വിദ്യാഭ്യാസം കുറഞ്ഞവരെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടയിൽ ഞാൻ ഇടുന്നുണ്ട്. അതുപോലെയുള്ള വീഡിയോസുകൾ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇടും. ഞാൻ ഇടാൻ വൈകുമൊന്നുമില്ല, ഇടും. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മുന്നേ തന്നെ ഒരു 2 വാക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ നമ്പർ 1515, വിശ്വകർമ്മ യുവതി, വയസ്സ് 23, രേവതി നക്ഷത്രം, ഉയരം 5.5, മീഡിയം വണ്ണം, ഇരുനിറം, വിദ്യാഭ്യാസം +2, ഗ്രാഫിക് ഡിസൈനറാണ്. സഹോദരൻ 1, അച്ഛൻ വർക്ക്ഷോപ്പ്, അമ്മ വീട്ടമ്മ, സാധാരണ കുടുംബം. സ്ഥലം മലപ്പുറം. ഇവർ ഡിമാൻഡ് പറയുന്നത് 30 വയസ്സ് വരെ മതി, ബിസിനസ് നോക്കാം, നല്ല ഫാമിലി, സ്വന്തം ജാതി, അടുത്ത ജില്ലകൾക്ക് മുൻഗണന, ഇത്രയാണ് അവർ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്പർ 1516, നായർ യുവതി, വയസ്സ് 24, BSc മാത്സ് ആണ്, ജോബ് ICC ബാങ്ക് ഏരിയ മാനേജറാണ്, സ്ഥലം തിരുവനന്തപുരം. അച്ഛനില്ല, അമ്മയുണ്ട്. തൃശ്ശൂർ വരെ ഓക്കെ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ജോബ്, ഗൾഫ്, യൂറോപ്പ് ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്പർ 1517, നായർ യുവതി, വയസ്സ് 26, നക്ഷത്രം കാർത്തിക, 8 ചൊവ്വയുണ്ട്, ഉയരം 166, ഇരുനിറം, വിദ്യാഭ്യാസം MCom, അച്ഛൻ ഗൾഫിലാണ്, അമ്മ വീട്ടമ്മ, ഇടത്തരം ഫാമിലി, സ്ഥലം ആലപ്പുഴ. ഒരു വരന് പറയുന്ന ഡിമാൻഡ് 31 വയസ്സ് വരെ മതി, 7 ചൊവ്വ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മിനിമം ഡിഗ്രിയെങ്കിലും വേണം, ഗവൺമെൻറ് പ്രൈവറ്റ് വിദേശം താല്പര്യം, സ്വന്തം ജാതി, അടുത്ത ജില്ലകൾക്ക് മുൻഗണന. അത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ്. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും എന്നോട് ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണാതെ ചോദിക്കുകയാണോ കണ്ടിട്ട് ചോദിക്കുകയാണോ എന്നറിയില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ പറയൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ആ ലിങ്ക് ഞാൻ അതിലിട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾ ആ ലിങ്ക് നോക്കിയിട്ട് ആ ലിങ്കിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ കൊടുക്കുക. ലാസ്റ്റ് ആ ജോയിൻ കാണിക്കുന്നുണ്ട്, ആ ജോയിനിലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുള്ളിൽ വരുള്ളൂ. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് ഫോൺ നമ്പറിലാണോ ഏത് വാട്സപ്പ് നമ്പറിലാണോ നിങ്ങളത് ചെയ്യുന്നത് ആ വാട്സപ്പ് നമ്പർ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഫോമിൽ വേറൊരു നമ്പർ ആഡ് ചെയ്ത് എനിക്ക് റിക്വസ്റ്റ് വരുന്നത് വേറൊരു നമ്പർ. അപ്പം ഞാൻ രണ്ടും കൂടി മാച്ച് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ നമ്പർ അതിലില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിക്കണം അതൊക്കെ ആരുടെ നമ്പറാണ്, എന്താണ്, ഏതാണെന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. നമുക്കത് അതിൽ ID പ്രൂഫ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ID പ്രൂഫാണോ വയ്ക്കണേ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓക്കെ ആവും. സ്ക്രീൻഷോട്ടിന് അധികം MP പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പുതിയതായി കേൾക്കുന്നവർക്കാണ് ഇത് പറയുന്നത്, പഴയവർക്കല്ല. അപ്പോൾ അതും കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുന്നുണ്ടോ, എന്താ പറയുക, സബ്സ്ക്രൈബർ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയുകയാണ്, 10,000 കടന്നു. അതെനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു വിജയമാണ്. നിങ്ങളാണ് അതിന് കാരണം. നിങ്ങളതുപോലെ ഷെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.